വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ക്ലീനിങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും, ബട്ട് ആക്ച്വലി അതല്ല. സംഗതി വന്നിട്ട് ഞാനൊരു ജേർണലിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല. വഴിയെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, ബട്ട് ഒരു തട്ടിക്കൂട്ട് ആയിരുന്നു അങ്ങനത്തെ ജേർണലിങ്. ആൻഡ് ഇപ്പോൾ കുറച്ച് ജേർണലിനെ പറ്റിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ജേർണലിങ് ചെയ്യുന്നതിൽ ജേർണലിങ് മാത്രമല്ല, പൊതുവേ ഞാൻ എന്ത് സംഭവം ഡയറിയിൽ ചെയ്താലും ഞാൻ വിൻറ്റേജ് തീമിലോട്ടായി പോവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുക്കുകയാണ്. എനിക്ക് ഈ വിൻറ്റേജ് തീമിലോട് എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലായത് കൊണ്ട് ഞാനിങ്ങനെ വിൻറ്റേജ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ സൂക്ഷിച്ച് വെച്ച ഒരു ബുക്കാണ് അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓൾഡ് ആയിട്ടുള്ള ഒരു നോട്ട് ബുക്ക്. അപ്പോൾ അതിലത്തെ പേജൊക്കെ നമുക്ക് ജേർണലിങ് ഇട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ആ പേജ് ഇപ്പോൾ ആവശ്യം നമ്മൾ ആ പേജ് എടുത്തു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വല്ല വോയിസ് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വന്നപ്പോഴത്തേക്കും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്ത് തരം അസുഖമാണെന്നറിയില്ല. ബെസ്റ്റിക്കേറ്റ് കിട്ടുമ്പോൾ അത് കളയാൻ തോന്നാറില്ല. ഓടിക്കൊണ്ടുവന്നിട്ട് ഞാൻ ഡയറിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പിന്നെ പറഞ്ഞില്ലേ, ജേർണലിങ് ചെയ്യാനായിട്ട് ഇന്ന ബുക്ക് വേണമെന്നില്ല. ഞാനിപ്പോൾ തന്നെ എടുക്കുന്നത് എൻ്റെ പണ്ടത്തെ സ്കൂളിലെ സാർ എന്ന ഒരു ഡയറിയാണ്. അതിൻ്റെ പേജസ് കുറേ ഉണ്ട്. എന്താല്ലേ, അപ്പോൾ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അത് മിക്ക ക്രാഫ്റ്റേഴ്സ് സൂക്ഷിച്ച് വെക്കുന്ന പോലെയൊക്കെ തന്നെ ഞാൻ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. എന്ന് വെച്ച് ഞാൻ എല്ലായിടത്തും പോയി ഫ്ലവേഴ്സ് പറിച്ച് കൊണ്ടുവന്ന് ഡ്രൈ ആക്കുന്നില്ല. ഇവിടെ നിന്നുണ്ട് എനിക്ക് കിട്ടുമ്പോൾ, മീൻസ് എനിക്ക് കൊള്ളാമെന്ന് തോന്നിയ ഫ്ലവേഴ്സൊക്കെ മാത്രം ഞാൻ എടുക്കാറുണ്ട്. അതും എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ തന്നെയുള്ളതാണ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ഈ ഒരു ജേർണലിങ് ചെയ്യാനുള്ള ഐഡിയയിൽ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഓൾഡ് പേപ്പർ, എൻ്റെ മമ്മി ഉപയോഗിച്ച പേപ്പറാണ് ഞാനിവിടെ വെക്കുന്നത്. അപ്പോൾ വെച്ച് നോക്കിയപ്പോൾ ബുക്കിനെക്കാട്ടും വലിപ്പമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡിസൈൻ കത്രിക വെച്ചിട്ട് മുറിച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാനത് മുറിച്ചിട്ടൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ അപ്പർ പോർഷനിൽ ഞാൻ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് വെക്കുന്നുണ്ട്. അതേപോലെ ലാസ്റ്റിക്ക് ആകുമ്പോൾ റൈറ്റ് സൈഡിലെ ഡൗൺ പോർഷനിലും ഞാൻ കാർഡ്ബോർഡ്, ആ സെയിം കാർഡ്ബോർഡ് തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കാർഡ്ബോർഡിൻ്റെ ഇടയിൽ ഞാൻ പഴയ ഒരു ഡയറിയുടെ പേജ് വെച്ചിരിക്കുന്നുണ്ട്. ഇത് പിന്നെ ഞാൻ ഒരു ഡയറിയിൽ നിന്ന് മോഷ്ടിച്ച ഒരു സംഭവമാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ബട്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട് പൊതുവേ. അപ്പം ഞാൻ അങ്ങനെ ഒരു ഡയറിയിൽ, സ്പൈറലായിട്ടുള്ള ഡയറിയിൽ നിന്ന് എടുത്തതാണ് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പൂമ്പാറ്റ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വിൻറ്റേജിന് ഞാൻ വേറെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു, ബട്ട് എൻ്റെ അടുത്ത് വിൻറ്റേജ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പൂമ്പാറ്റ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പൂമ്പാറ്റ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കലണ്ടർ, കുഞ്ഞു കലണ്ടർ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്പൈറൽ ഡയറിയിൽ നിന്ന് മോഷ്ടിച്ചതാണ്. ഞാൻ എന്തിനാണ് മോഷ്ടിച്ചതെന്ന് പറയുന്നത് എന്ന് എനിക്കേ അറിയില്ല. എന്തായാലും സംഗതി കൊള്ളാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നിട്ടത് കഴിഞ്ഞിട്ട് ഞാൻ ടിഷ്യൂസൊക്കെ ഒട്ടിക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുമ്പോഴത്തേക്കും സൂക്ഷിക്കുക, കാരണം ടിഷ്യൂ പെട്ടെന്ന് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ എങ്ങനെയൊക്കെയാണ് ഒട്ടിച്ചത്, ടിഷ്യൂ പേപ്പറിൻ്റെ മേലിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാർഡ്ബോർഡ് കഷ്ണം ഒട്ടിക്കുന്നത്. ഇപ്പം ഞാൻ സൂം ചെയ്ത് കാട്ടിയ പോർഷൻ എന്താണെന്ന് വെച്ചാൽ പശയില്ല, പശ തീർന്നിരിക്കുകയാണ്, എന്നുവെച്ചാൽ തീരാതായിട്ടുള്ള അവസ്ഥയിൽ. അപ്പോൾ ജേർണലിങ് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും, പശയൊക്കെ എന്നെന്നും വാങ്ങേണ്ടൊക്കെ വരും. എന്നിട്ട് പഴയ ഏതോ ഡിക്ഷണറിയിൽ നിന്ന് ഒരു പേജ് എടുത്തിട്ട് കീറിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ഞാൻ ഒരു വെള്ള പേപ്പർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു, ബട്ട് വെള്ള പേപ്പർ മാത്രം ഇരുന്നപ്പോൾ എന്തോ പോലെ. അപ്പം ഞാൻ അതിനകത്ത് ബ്രൗൺ കളർ അടിച്ചു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം സിപ്പപ്പൊക്കെ കഴിച്ചു, കുറച്ച് റെസ്റ്റൊക്കെ വേണ്ടേ. അപ്പം നമ്മുടെ സംഗതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ബോ ഞാൻ ജൂഡ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ, ഈസിയായിട്ട് ചെയ്യാമെന്നുള്ളൂ. എന്നിട്ട് ഞാൻ ഓരോന്നൊക്കെ എഴുതി കൊടുത്ത്. ആ ലവ് കുറച്ച് അലമ്പായോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ എനിക്ക് ഇത്രയൊക്കെ കൊണ്ട് പറ്റുള്ളൂ. വീഡിയോ എടുക്കുന്ന സൈഡ് നല്ല ഭംഗിയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഒരു ചവറിൻ്റെ കൂമ്പാരമായിരിക്കും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്കും കൂടെ ചെയ്യട്ടോ.